ഹലോ ഫ്രണ്ട്സ്, V4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു പുതിയ ഫോണിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. ഞാൻ എടുത്ത പുതിയൊരു ഫോണിൻ്റെയാണ് ഇന്ന് ഞാനത് കാണിക്കുന്നത്. ഞാൻ എടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ Oppo Reno 2Z എന്ന് പറയുന്നൊരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും ഫീച്ചേഴ്സും ക്യാമറ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലെല്ലാം കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് കാണുക. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് Oppo Reno 2Z എന്ന് പറയുന്ന ഒരു മോഡലിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. അത് 8GB റാമും 256GB ഫോൺ മെമ്മറിയുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 256GB എക്സ്ട്രാ മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്നതാണ്. മെയ്ഡ് ഇൻ ഇന്ത്യയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 32,990 ഇത് മേടിച്ചതെന്ന് പറഞ്ഞാൽ ഏകദേശം 30 രൂപ, സെസ് എല്ലാം കൂടെ ചേർത്തിട്ട് 30 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ Oppo Reno 2Z എന്ന് പറഞ്ഞിട്ടൊരു ഇങ്ങനൊരു സാധനമാണ് വരുന്നത്. അപ്പോൾ അതിൽ എന്താണെന്ന് നോക്കാം. വലിച്ചേറി എടുത്തേക്കണം. ഇതെൻ്റെ സിം സ്ലോട്ട് ഇടുന്ന കാര്യങ്ങളും മറ്റുമൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇതെൻ്റെ വാറണ്ടി കാർഡാണെന്ന് തോന്നുന്നു. അല്ല, അതെന്തൊരു പേപ്പറാണ്, മാറ്റി വെച്ചേക്കാം. അപ്പം ഫോൺ ഇതാണ്. ഇത് തൽക്കാലത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇതിൻ്റെ അക്സസറീസ് വരുന്നത്, ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബാക്ക് പൗച്ച് കവർ വരുന്നുണ്ട്, ഓപ്പോ എന്ന് എഴുതിയിട്ട്. ഇതാണ് ആ കവർ വരുന്നത്. പിന്നെ ചാർജർ വരുമ്പോൾ ഇത്രയും വലിപ്പമുള്ളൊരു ചാർജറാണ് വരുന്നത്. ഫൈവ് വാട്ട്സ് ആംബിയർ അത് വരുന്നത് 4 ആംബിയർ ചാർജറാണിത്. ഫാസ്റ്റ് ചാർജിങ് ആണ്. അതായത് 50% ചാർജ്, 15 മിനിറ്റ് കൊണ്ട് 50% ചാർജ് പെട്ടെന്ന് ചാർജ് ആവുന്ന ഒരു ചാർജറാണിത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജർ, ഇത് സിം ഡ്രൈവ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്ന്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും പറയാം. ഇതതിൻ്റെ ഹെഡ്സെറ്റ്. സാധാരണ എല്ലാ ഫോൺ വരുന്നതിൻ്റെ ഹെഡ്സെറ്റിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് ഹെഡ്സെറ്റാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഫോണിൻ്റെ സൗണ്ട് സിസ്റ്റം വരുന്നത് ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്നിട്ടൊരു ഫീച്ചേഴ്സാണ്. അത് ഹെഡ്സെറ്റ് വെച്ചെങ്കിൽ വീഡിയോ കാണുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക ഹെഡ്സെറ്റാണ് ഈ തന്നിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസ് സൗണ്ട് എഫക്റ്റ് ഒക്കെ വരത്തക്ക രീതിയിലുള്ളൊരു ഹെഡ്സെറ്റാണ്. അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെക്കാം. അതേ ഉള്ളൂ, ബോക്സിൽ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഹെഡ്സെറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. സാധാ ഹെഡ്സെറ്റ് പോലൊക്കെ തന്നെ ഉള്ളൂ, പക്ഷേ അതിൽ ഡോൾബി അറ്റ്മോസ് സൗണ്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കേട്ട് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫോണൊന്ന് ഓണാക്കി നോക്കാം എങ്ങനെയാണുള്ളത്. ഇങ്ങനൊരു നല്ല കവറിനകത്ത് പാക്ക് ചെയ്തൊക്കെയാണ് ഇത് വരുന്നത്. അപ്പം അതൊന്ന് ജസ്റ്റ് എടുത്തിട്ട് നോക്കാം. നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ അത് ഓണായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഹോം പേജ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസൊക്കെ ഒന്ന് നോക്കിയാലോ. ക്യാമറ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് ഇപ്പോൾ ഒരു പകുതി സ്ക്രീനിലാണ് കിടക്കുന്നത്. നമുക്കത് ഫുൾ സ്ക്രീനിലെ ഓപ്ഷൻ ആക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഒത്തിരി ആൾക്കാരുടെ ഫോട്ടോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാം ഫോണിൻ്റെ ക്യാമറ ഇങ്ങനെ ഒരു സ്ക്രീനിലാണ് കാണുന്നത്. അവർക്ക് എന്തോ സെറ്റിംഗ് അറിയാത്തതുകൊണ്ടായിരിക്കാം. അപ്പം ഞാൻ അത് ജസ്റ്റ് സെറ്റിങ്ങിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഫോട്ടോ റേഷ്യോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ,
ഉണ്ട്. 4.3 ആണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് അത് കിടക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ സ്ക്രീനിലേക്ക് വരുന്നതാണ്. അത് കണ്ടില്ലേ? അപ്പം ഫോട്ടോ എടുക്കാൻ ഒന്നുകൂടെ ഫുൾ സ്ക്രീനിലേക്ക് ഇതാവും. അപ്പോൾ ഇതാണ് എൻ്റെ ഫോട്ടോ ഇത് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോസ് എടുത്ത് നോക്കാം. ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. വേറൊരു ഫോട്ടോ ഇതൊരു ഇവിടെ ഇരിക്കുന്നൊരു വാഴയുടെ ഫോട്ടോ ആണ്. ഇത് ബ്രൈറ്റ്നസ് നമുക്ക് ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇടുന്നുണ്ട്. ഇതിൽ പിന്നെ വേറെ ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാലേ അറിയത്തുള്ളൂ. കറക്റ്റ് എനിക്കറിയില്ല, നോക്കണം. പിന്നെ ഇതിൻ്റെ വീഡിയോ വരുന്നതിൽ ഓപ്ഷൻ വരുന്നതിൽ ഫുൾ സ്ക്രീനാണ്. വീഡിയോ റെസൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 1080p 4K വരെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ നമുക്കത് 4Kയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നോക്കാം. നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ 4Kയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പം ഏതാണ്ട് 1 മിനിറ്റ് വീഡിയോ എടുക്കുന്നത് തന്നെ ഏതാണ്ട് 1 GB അടുത്ത് വീഡിയോ വരും. നമുക്കത് ഫുൾ HDയിലേക്ക് ഇതാക്കിയാൽ മതി. ജസ്റ്റ് ഞാൻ ഒരു 4Kയിൽ ഒരു വീഡിയോ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുവാണ്, വീഡിയോ റെക്കോർഡ് ചെയ്യുവാണ്. നമ്മുടെ അപ്പോൾ ഞാനിപ്പോൾ ഈ എടുത്ത ഫോട്ടോസും വീഡിയോയും എല്ലാം സാമ്പിളായിട്ട് ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. അത് പിന്നീട് കാണിക്കാം. അപ്പം ഹോം പേജ് അടിച്ച് പോകുന്നു. അപ്പോൾ ആൻഡ്രോയിഡ് പൈ ആണ് ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത്. പിന്നെ ഇതെല്ലാം ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. ഇനിയും യൂസ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ എന്താണെന്നുള്ളത്. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഈ ഓപ്പോ റെനോ 2Z നല്ലൊരു ഡിസൈനാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഓപ്പോ ഡിസൈൻ ഫോർ റെനോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്ന 4 ക്യാമറയാണ്. 4 ക്യാമറയിൽ ഇതാണ് മെയിൻ ക്യാമറ. ഇതിൽ ഡ്യുവൽ LED ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാമറ എല്ലാം വരുന്നത് ബോഡിക്ക് അകത്തേക്ക് കയറിയിട്ടാണ് ഇപ്പോൾ ഇത് ക്യാമറ എല്ലാം വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ സംഭവം, ഈ ഒരു ചെറിയ റൗണ്ട്, അതാണ് ഇതിൻ്റെ മേശപ്പുറത്ത് വെക്കുമ്പോൾ ക്യാമറയിൽ നിന്ന് തെള്ളി നിൽക്കുന്നത്. ക്യാമറ സ്ക്രാച്ച് ആവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് പുറമെ നോക്കിയാൽ നല്ലൊരു ഡിസൈനും കാര്യങ്ങളുമാണ് റെനോ 2Z ചെയ്തിരിക്കുന്നത്. ഇതിൽ 4 ക്യാമറ വരുന്നതിൽ മെയിൻ ക്യാമറ 48 MB ആണ് വരുന്നത്. ഇത് വരുന്നത് വൈഡ് ആംഗിൾ ക്യാമറ. പിന്നെ ഓരോന്നിനും കൊടുത്തിരിക്കുന്ന ആ രീതിയിലുള്ള ക്യാമറകൾ ഉണ്ട്. ഇതിൽ സ്ലോ മോഷൻ അങ്ങനെയുള്ള ക്യാമറ ഒരുപാട് ഫീച്ചേഴ്സിൽ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്ന മുഴുവൻ ഒരു ഗ്ലാസ് ഫിനിഷിങ് ഇത് വരുന്നുണ്ട്. സ്ക്രാച്ചും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്.